നമ്മൾ കൻഹേരി കേവ്സിൻ്റെ മുമ്പിലേ ഇല്ല, സ്റ്റെപ്സ് ഇങ്ങനെ കയറി പോകണം മുകളിലോട്ട്. സ്റ്റെപ്സ് എല്ലാം മുകളിലോട്ട് കയറി പോകണം. കുറച്ച് കയറാനുണ്ട്. നമസ്കാരം എല്ലാവർക്കും ഈറ്റ് ആൻഡ് സീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെ വിശേഷങ്ങളും വീഡിയോസും എല്ലാം മൊത്തത്തിൽ ഇന്ന് കാണാം. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ കൻഹേരി കേവ്സ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതുപോലെ ഇവിടെ നാഷണൽ പാർക്കിൽ ടൈഗർ സഫാരി ഉണ്ട്, അതിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ ലീഷറായിട്ട് നമുക്കിങ്ങനെ നടക്കാം, സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക, അത്രയേ ഇല്ല. സൈക്കിൾ കിട്ടും ചവിട്ടി നടക്കാൻ, 20 റുപ്യ സൈക്കിളിന്, 40 റുപ്യ സൈക്കിളിന്. എൻട്രി 105. അങ്ങനെ ഇപ്പം ഞാനില്ല കൻഹേരി കേവ്സിൻ്റെ മുമ്പിലാണ്. അപ്പം വിശേഷങ്ങളായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, എൻജോയ്. അപ്പോൾ ഇതാണ് കൻഹേരി കേവ്സ്, മുകളിൽ കാണുന്ന. അപ്പോൾ ഇതാണ് കൻഹേരി കേവ്സ്, ബുദ്ധിസ്റ്റ് കേവ്സ്, മെയിൻറ്റൈൻഡ് ബൈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് കേവ് നമ്പർ 1. അങ്ങോട്ട് പോകുന്നില്ല, കാരണം അങ്ങോട്ട് പൂട്ടിയിട്ടിരിക്കുക എൻട്രൻസ്. ഇപ്പോൾ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. മുകളിലും ഉണ്ട്, 2 നിലയായിട്ടാണ് ഇങ്ങനെ. ഈ കാണുന്ന പാറേൻ്റെ കുന്ന്, ഇത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് സ്കൾപ്ചർ ചെയ്തേ ഈ സംഗതി. 2 നിലയിൽ. ഈ താഴെ കാണുന്ന അല്ല, 1 നിലയിൽ ഇതും അതിൻ്റെ മുകളിലും ഗുഹ. കേവ് നമ്പർ 1 ആണ്. ഓരോന്നോരോന്നായിട്ട് കാണാം. ബുദ്ധിസ്റ്റ് കേവാ കൂടുതലും. കേവ് നമ്പർ 2. ഇതെല്ലാം പുറത്തുനിന്നില്ല കാഴ്ചകളേ ഇല്ല കേട്ടോ. ഉള്ളിലേക്കുള്ള എൻട്രൻസ് എല്ലാം പൂട്ടിയിട്ടിരിക്കുക.
ഇത് വേറെ കേവ്, കേവ് നമ്പർ 3. ഒരു പാലസിൻ്റെ എല്ലാം എൻട്രൻസ് പോലെ കൊത്തിയിട്ടിരിക്കുക. നമ്മൾ അജന്തയിൽ അവരെല്ലാം കാണുന്ന ഏകദേശം അതേ സംഗതി. വേണ്ട, ബുദ്ധിസ്റ്റ് മതത്തിൻ്റെ ഇപ്പോൾ കേവ് നമ്പർ 3 കഴിഞ്ഞ് ഒരു വലിയ പ്രതിമ, 2 ഭാഗത്തുമുണ്ട്. ചെറിയൊരു കേവ് നമ്പർ 4. ഒരു സ്തൂപ്പ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്തൂപ്പ. അപ്പോൾ ഉള്ളിലെല്ലാം കുറച്ച് കൊത്തുപണികളുണ്ട്. एक हिल तो गया है ना. അടുത്ത കേവ് നമ്പർ 5 ടു കേവ് നമ്പർ 109. ആ എന്താ കാഴ്ച! चल क्रिस्मा गवा ऊपर.
जाओ पापा इसका चश्मा किधर गया बैग में नाक में पप्पी दे रहा है उसको नाक में पप्पी दे रही है उसकी मम्मी हाँ जैसे कि तू प्यार कर रही है जैसे कि तू मेरे को देती है हाँ കേവ്സ് ഇങ്ങനെ പടന്ന് കിടക്കും. ഒന്ന് രണ്ട് വഴി നടന്നു കഴിഞ്ഞാൽ കേവ്സിലേക്ക് കയറാം. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേവ്സിലേക്ക് കയറി അങ്ങനെ ആ വഴി അങ്ങനെ തിരിച്ച് ഇറങ്ങി ആ വഴി അങ്ങനെ പിന്നെയും മുകളിൽ കയറി അങ്ങനെ അങ്ങോട്ടെല്ലാം കുന്നെല്ലാം ഉള്ളിൽ ഗുഹകളുണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. ഇതാണ് കൻഹേരി കേവ്സ്. इधर देगा कि इधर है നല്ലൊരു വ്യൂ പോയിന്റ് ഇത്. ആന വന്ന് നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ. അധികം മെനക്കെടൊന്നുമില്ല. കുറച്ചൊരു മോഡറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ കേവ് നമ്പർ 67 പെട്ടെന്ന് 67 കയറി. അപ്പം 67 ഇതൊരു വിഹാര, എല്ലാം ബുദ്ധിസ്റ്റ് കേവ്സാണ്. അത് കണ്ടോ, സൈഡിലെല്ലാം കൊത്തുപണി. എല്ലാ കേവും പൂട്ടി അടച്ചിടേണ്ട സംവിധാനങ്ങളുണ്ട്. ഇത് വലിയൊരു ഹോളാണ് കാണുന്ന. അതിൻ്റെ ചുമരിൻ്റെ സൈഡിലെല്ലാം കൊത്തുപണികൾ. അത് ഇതിലേക്കൂടെ വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കാണൂല. അപ്പം അത് നേരെ എല്ലാം ബുദ്ധേൻ്റെ കൊത്തുപണികളാണ്, പല രൂപത്തിലും പല ഭാവത്തിലും. അപ്പോൾ ഇതൊക്കെ കാണാം. മെയിനായിട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ പാറക്കുന്നില്ലൊരു സൈറ്റ് കാണാം. മഴക്കാലത്ത് നല്ല രസമുണ്ടാവും. വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുമ്പം പാറേൻ്റെ മുകളിലെല്ലാം. താഴെയെല്ലാം ചെറിയ ചെറിയ ഗുഹകളുണ്ട്. അന്ന് ഉണ്ടാക്കിയ ഗുഹകളല്ല, അങ്ങനെ പൊട്ടിച്ചിട്ട പോലെയുണ്ട് സംഗതി. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കയറി പോവാം. ഈ മലേൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഗുഹകളുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെല്ലാമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇതാണ് സൈറ്റ്.
ഹലോ. അതിനിത് ഈ കുന്നുമലയെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കേവ് ഇട്ടിട്ടുണ്ട്, തുറന്ന് വെച്ചിട്ടുണ്ട്. ചിലത് പണി കഴിഞ്ഞതാ, ചിലത് പണി കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതെല്ലാം പൊട്ടിച്ചിട്ടേ ഗുഹ പോലെ പണി കഴിയാത്ത, വേണ്ട പണി കഴിയാത്തെന്ന് പറയുമ്പോൾ ഇതിൽ കൊത്തുപണികളൊന്നുമില്ല. അങ്ങനെ ചെറിയ ചെറിയ ഹോള്, ഇത് കല്ലും മണ്ണും ഇല്ല, നമ്മളെ ചെങ്കല്ലെല്ലാം പോലെ വേറെ ഒരു ടൈപ്പ് മണ്ണും കല്ലും എല്ലാം കൂടെ ഉള്ളൊരു ടൈപ്പ് ഉറച്ചിരിക്കുന്ന കല്ല് പോലെയുണ്ട് ഇതിപ്പം. അപ്പം ഇതൊന്നും പണി കഴിയാത്ത ഇതല്ല, ഫുള്ള് ഇങ്ങനെ കുറച്ച് കേവ്സ്. അപ്പം നമ്മൾ വരുമ്പോഴേക്കും 60-67 ഇവിടെ. ഇതെല്ലാം പണി കഴിയാത്ത, ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. എന്താ കൊത്തുപണികൾ, ചില കൊത്തുപണികളെല്ലാം ഇങ്ങനെ പൊട്ടി തുടങ്ങി. ഇതെല്ലാം ചെറിയ കൊത്തുപണികൾ ചെയ്തു വെച്ച് അതെല്ലാം കല്ലുമണ്ണെല്ലാം ഇങ്ങനെ പോയി തുടങ്ങി. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഇല്ല കൻഹേരി കേവ്സ്. വലിയ കേവ് കോംപ്ലക്സാണ്, പക്ഷേ പണി പൂർത്തിയായ കേവ്സ് കുറവാണ്. ചെറിയ ചെറിയ കേവ്സാണ് മെയിനായിട്ടില്ല. കുറേ പണി പൂർത്തിയാവാത്ത കേവ്സ് ഇതെല്ലാം. ഇപ്പോൾ കേവ് സ്ട്രക്ചറെല്ലാം കാണണമെങ്കിൽ അജന്ത എല്ലോറയെല്ലാം പോകണം, നല്ല ശരിയായ കേവ് സ്ട്രക്ചറെല്ലാം കാണുക. അവിടെ ഇങ്ങനെയുള്ള കുറേ ഉണ്ട് പണി പൂർത്തിയാവാത്ത, പക്ഷെ പണി പൂർത്തിയായത് ഒരുപാടുണ്ട്. ഇത് ഒരു ജസ്റ്റ് ഒരു സാമ്പിൾ ഇൻഫർമേഷൻ അത്രേ പറയാൻ പറ്റും. ഒരു ലീഷർ ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുക, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. മഴക്കാലം വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. മുകളിൽ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ മലേൻ്റെ ടോപ്പിലേക്ക് കയറിപ്പോന്നു. ഇതെല്ലാം വെറും ഗുഹകളാണ്, വെറും ഗുഹ, വേറെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള കാലിഗുഹക്കെല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും എണ്ണം കൂടുതലാന്ന് വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിലും കാണാനില്ല. ആ കാണുന്നതെല്ലാം ഓരോ ഗുഹകളാണ്. അപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെയും ഓരോ ഗുഹകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയൊന്നും പണി തീർന്നിട്ടില്ല, കുറച്ചെല്ലാം പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 31, അപ്പോൾ മുകളിൽ 67 68, ഇത് 31, നേരെ പകുതി. ഇതൊന്നും പണി തീരാത്ത ഗുഹകളാണ്. ഗുഹ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പണി തീർന്നിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന എല്ലാം കുറേ. അപ്പോൾ ഗുഹ 1 തൊട്ട് 100 ചില്ലറ ഗുഹ എന്നെല്ലാം പറയുകയാണെങ്കിലും പക്ക പണി തീർന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗുഹകൾ കുറവാണ്.
കൻഹേരി കേവ്സ്. ഇപ്പം എല്ലാം കണ്ട എല്ലാം ഇങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ ഗുഹ. അപ്പം ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കൻഹേരി കേവ്സിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും കാണുക. മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങോട്ടെല്ലാം വരിക. ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഒരു വീക്കെൻഡ്, ഒരു ദിവസം കുറച്ച് നേരം, ചില്ലറ മണിക്കൂർ, 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അത്രയല്ലോ. ഒന്ന് നടക്കുക, ജസ്റ്റ് ഒരു ലീഷർ വാക്ക്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെ വിശേഷങ്ങൾ. मेन तेच होतं 2. अरे तुम्ही कंटेंट नाव नाही ए मी काय म्हणतो युरोपियन युनियन आहे का यूके दुबई यूके ब्रिटन यूके झालं ना. एकाच भेट नाही गेला होती तर 100 भेटला बरोबर कंट्री असायची. बाकी जगातून 4 यूएसए वाले कसे नाही ऑस्ट्रेलिया सांगितलं अरे बहुत एक टुच्चू का बंदर है. टुच्चू सा इतना बड़ा. आया दिखाऊं. चल आपल्याला काय नाही देत. घाबरला रुजुलवर बस नाही तर तिकडे रुजुल पण आला पुढे रुजुल ये लवकर. काय झालं माहिती आहे माणूस ना तो गाणं गेला लावत होता. एक वीडियो बना दे ट्रेन में आ जाए. नहीं ये डाइनिंग टेबल लगा पड़ा है.